അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം സൂറത്തുൽ മുൽക്ക് 19-ാമത്തെ സൂക്തം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അവലം യറൗ, അവർ കണ്ടിട്ടില്ലേ, ഇലത്വൈരി, പക്ഷികളെ, ഫൗഖഹും, അവർക്ക് മുകളിൽ, സ്വാഫാത്തിൻ, അണികളായിട്ട്, വയഖ്ബിൽന, അവ കൂട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു, മായുംസിക്കുഹുന്ന, അവയെ പിടിച്ചു നിർത്തുന്നില്ല, ഇല്ല റഹ്മാൻ, പരമകാരുണികനല്ലാതെ, ഇന്നഹു, നിശ്ചയം അവൻ, ബികുല്ലി ഷൈഇൻ, എല്ലാ വസ്തുക്കളെയും, ബസീർ, സൂക്ഷ്മമായി കാണുന്നവനാണ്. പക്ഷികൾ അണികളായി പറക്കുകയും ചിറക് വിടർത്തുകയും ചിറക് കൂട്ടിപ്പിടിക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ച് പരാമർശിച്ച ശേഷം അള്ളാഹു പറയുന്നത്, മായുംസിക്കുഹുന്ന, അവയെ പിടിച്ചു നിർത്തുന്നില്ല, ഇല്ല റഹ്മാൻ, പരമകാരുണികനായ അള്ളാഹു അല്ലാതെ എന്നാണ്. ദശലക്ഷക്കണക്കിന് സെൻസറുകൾ പക്ഷിയുടെ ചിറകുകളിൽ ഉണ്ട്. കാറ്റിൻ്റെ വേഗത, ദിശ, മർദ്ദം ഇവ സെൻസറുകൾ വഴി തിരിച്ചറിഞ്ഞാണ് പക്ഷി അതിൻ്റെ ചിറകുകൾ ക്രമീകരിക്കുന്നത്. നാഡീവ്യൂഹത്തിൻ്റെ ഏകോപനം കൊണ്ട് സെക്കൻഡുകൾക്കുള്ളിൽ പക്ഷി ചിറക് വിരിക്കണോ ഒതുക്കണോ എന്ന് തീരുമാനിക്കും. അള്ളാഹുവാണ് പക്ഷിക്ക് ഈ കഴിവ് നൽകിയത്. വിമാനം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് സങ്കീർണമായ കമ്പ്യൂട്ടറുകൾ വഴിയാണ്. എന്നാൽ ഈ സിസ്റ്റങ്ങളെല്ലാം പക്ഷിയിൽ അള്ളാഹു ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നു. മായുംസിക്കുഹുന്ന ഇല്ല റഹ്മാൻ, അവയെ പരമകാരുണികനല്ലാതെ പിടിച്ചു നിർത്തുന്നില്ല എന്നാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത്. വായുവിന് അള്ളാഹു പ്രത്യേക ഡെൻസിറ്റി നിശ്ചയിച്ചു. പറക്കാൻ പാകത്തിൽ വായുവിനെ പരുവപ്പെടുത്തിയതിനാൽ പക്ഷിക്കും വിമാനത്തിനുമെല്ലാം പറക്കാനാകും. വായു വളരെ കനം കുറഞ്ഞതായിരുന്നുവെങ്കിൽ പക്ഷികൾക്ക് പറക്കാൻ കഴിയുമായിരുന്നില്ല. വായുവില്ലാത്ത ശൂന്യാകാശത്തും പക്ഷികൾക്ക് പറക്കാനാവില്ല. പറക്കുന്നതിൽ ചിറകിനും വായുവിനും വലിയ പങ്കുണ്ട്. റഹ്മാനാണ് പിടിച്ചു നിർത്തുന്നത്. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാനാവാത്ത വായുവിൽ പക്ഷിയെ താങ്ങി നിർത്തുന്ന അള്ളാഹു തന്നെയാണ് അവൻ്റെ അതേ കാരുണ്യം ഭൂമിയിൽ പരത്തിയതും വ്യാപിപ്പിച്ചതും. ആ കാരുണ്യമാണ് നമ്മെ താങ്ങി നിർത്തുന്നത്. പക്ഷിയെ ആകാശത്ത് താങ്ങി നിർത്തുന്ന റബ്ബിൻ്റെ കാരുണ്യം തന്നെ ഭൂമിയിൽ നമ്മെയും താങ്ങി നിർത്തുന്നു എന്നർത്ഥം. വിജ്ഞാനവും വിശ്വാസവും ഒത്തുചേരുന്ന കാഴ്ചയാണ് പക്ഷിയുടെ പറക്കൽ. നാം നിത്യേന കാണുന്ന കാഴ്ച നമ്മെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതും സൃഷ്ടാവിലേക്ക് അതുവഴി നമ്മെ എത്തിക്കുന്നതുമാക്കി മാറ്റണമെന്നാണ് ഖുർആൻ ഇവിടെ പറയുന്നത്. ഭാരമുള്ളത് സാധാരണ വീഴും. പക്ഷിക്ക് വായുവിനേക്കാൾ ഭാരമുണ്ട്. പക്ഷിയെങ്ങാനും ചത്താലും ഉടനെ വീഴും. ജീവൻ എന്ന അത്ഭുതം അള്ളാഹു നൽകി ആ പക്ഷിയെ താങ്ങി നിർത്തുന്നു. കരുതലോടെ കുഞ്ഞിനെ അമ്മ താങ്ങിപ്പിടിക്കുന്നത് പോലെ അദൃശ്യകരങ്ങളാൽ കരുണയോടെ അള്ളാഹു പക്ഷികളെ താങ്ങി നിർത്തുന്നു. ഭൗതിക ശാസ്ത്രമാണ് പക്ഷിയെക്കുറിച്ച് പഠിക്കുന്നത്. പക്ഷേ റബ്ബിനെ അറിയാനുള്ള അടയാളം കൂടിയാണ് പക്ഷിയെ സംബന്ധിച്ച പഠനമെന്നാണ് ഖുർആൻ ഇവിടെ പറയുന്നത്. ബുദ്ധിമാന് ലവ് ബേർഡ് മാത്രം മതി അള്ളാഹുവിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയാൻ എന്നർത്ഥം. ഇന്നഹു ബികുല്ലി ഷൈഇൻ ബസീർ, അവൻ എല്ലാ വസ്തുക്കളെയും സൂക്ഷ്മമായി കാണുന്നവനാണ് എന്നാണ് ഈ ആയത്ത് അവസാനിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത്. ഒരു ചെറിയ പക്ഷിയുടെ ആവശ്യം പോലും കണ്ടറിയുന്ന, അതിൻ്റെ ചലനത്തെ നിയന്ത്രിക്കുന്ന അതേ റബ്ബ് നമ്മുടെ എല്ലാ രഹസ്യങ്ങളെയും പരസ്യങ്ങളെയും അറിയും. പക്ഷികൾക്ക് ആവശ്യമുള്ളത് ഭൂമിയിൽ ഒരുക്കിയ അതേ റബ്ബ് നമുക്ക് ആവശ്യമുള്ളതും ഒരുക്കിയിട്ടുണ്ട്. പ്രപഞ്ചത്തിലുടനീളം അവൻ്റെ ഈ കാരുണ്യം വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. മനുഷ്യൻ നിസ്സാരമെന്ന് കരുതുന്ന കുഞ്ഞു തുമ്പിക്കും ഈച്ചക്കും കൊതുകിനും വരെ പറക്കാൻ കഴിയും. മനുഷ്യന് കഴിയില്ല. അള്ളാഹു അവക്ക് പറക്കാൻ കഴിവ് നൽകി, മനുഷ്യന് നൽകിയിട്ടില്ല. അള്ളാഹു നൽകിയതല്ലാത്ത ഒന്നുമില്ല മനുഷ്യന് എന്ന പാഠം ഒരു കുഞ്ഞി പക്ഷിപ്പോലും നൽകുന്നുണ്ട്. അതിനാൽ അള്ളാഹുവോട് കൂടുതൽ വിനയാന്വിതനാകാനും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനുമാണ് പക്ഷിയെക്കുറിച്ചുള്ള ചിന്ത മനുഷ്യനെ പ്രേരിപ്പിക്കേണ്ടത്.
മുൻ ആയത്തുകളിൽ അള്ളാഹുവിൻ്റെ അധികാരത്തെയും ശിക്ഷയെയും കുറിച്ച് പറഞ്ഞപ്പോൾ ഇവിടെ അള്ളാഹു ഒരുക്കിയ മനോഹരമായ അനുഗ്രഹത്തെയും ദൃഷ്ടാന്തത്തെയും ഒരു പക്ഷിയെ മുൻനിർത്തി അള്ളാഹു പറയുകയാണ്. ശിക്ഷ കേട്ട് ഭയന്ന ഹൃദയങ്ങൾക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ അവതരിപ്പിക്കുകയാണ്. ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളയുന്ന റബ്ബിനെക്കുറിച്ച് 16-ാമത്തെ സൂക്തത്തിൽ പറഞ്ഞു. അതേ റബ്ബിന് ആകാശത്ത് നിസ്സാരമായൊരു പക്ഷിയെ നിലനിർത്താനും കഴിയും. ശിക്ഷയും രക്ഷയും റബ്ബിൻ്റെ കരങ്ങളിലാണ് എന്ന കൃത്യമായ പാഠവും ഈ സൂക്തം നൽകുന്നുണ്ട്. പക്ഷികൾ ഒരു ഫ്ലൈയിങ് സ്കൂളിലും പഠിക്കുന്നില്ല. അതിന് അല്ലാഹു അങ്ങനെ ഒരു ആന്തരിക ജ്ഞാനം നൽകിയിട്ടുണ്ട്. ആകാശയാത്രകൾക്ക് പ്രചോദനമായത് പക്ഷികളുടെ പറക്കലാണ്. പ്രപഞ്ച നിയമങ്ങൾ പഠിച്ചാൽ, അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടികളിലൂടെ അവയുടെ കഴിവുകളിലൂടെ കണ്ണോടിച്ചാൽ മനുഷ്യനും ഉയരങ്ങൾ കീഴടക്കാൻ കഴിയുമെന്ന് പക്ഷിയെ സംബന്ധിച്ചുള്ള പഠനം വ്യക്തമാക്കുന്നുണ്ട്. ഈ ആയത്തിൽ പരാമർശിച്ച എല്ലാ അനുഗ്രഹങ്ങളും റഹ്മാനായ റബ്ബിൻ്റെ കാരുണ്യം കൊണ്ട് മാത്രം ഉണ്ടായതാണ്. ആ കാരുണ്യത്തിന് വേണ്ടി നിരന്തരം തേടുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.